സായക്കുള്ള സമ്മാനമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് സായ വന്നത് അസിമോവ് തറവാട്ടിൽ നിന്നാണ്. സായയുടെ അച്ഛനെ നമുക്കൊന്ന് വിളിക്കാം. ഈ സായയെ ഇവിടെ ഇടയ്ക്ക് പിടിച്ചു വെച്ച അച്ഛനെ ഞാനൊന്ന് വിളിക്കാൻ പോവാണ്. വിളിക്കട്ടെ സായ? ഇല്ല. അപ്പൊ സായയുടെ അച്ഛൻ വരൂ. അപ്പൊ ഹാപ്പി ഓണം. സായക്കുട്ടി കലക്കി. സായക്കുട്ടി എന്തായാലും കലക്കിയിട്ടുണ്ട്. ഈ അച്ഛനെന്നൊക്കെ വിളിച്ചോണ്ട് പറയാണ്. സായ ചെറിയ കുട്ടിയാട്ടോ, 7 വയസ്സുള്ളൂ. സായിക്ക് 7 വയസ്സേ ഉള്ളൂ. പക്ഷേ 7 വയസ്സിന്റെ പെർഫോമൻസ് അല്ല കേട്ടോ, ഒരു 27 വയസ്സിന്റെ പെർഫോമൻസ് ആണ് ഇപ്പൊ കാണിച്ചത്. കഴിഞ്ഞ റോബോട്ടിക് കോൺക്ലേവിന് വയനാടിന് വേണ്ടി ഒരു ക്യാമ്പയിനൊക്കെ റൺ ചെയ്ത് ധനസമാഹരണമൊക്കെ നടത്തിയ ആളാണ്. സായ പുലിയാണെന്ന് പറയുന്നു. സായയുടെ ഒരു പ്രത്യേക ഫീച്ചേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? ഹോസ്പിറ്റാലിറ്റി ആണോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും സായ ഉപയോഗിക്കുന്നത് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള എല്ലാത്തിനും ഉപയോഗിക്കാം. ഹോസ്പിറ്റാലിറ്റി, വിസിറ്റർ മാനേജ്മെന്റ്, ക്യൂ മാനേജ്മെന്റ്, അതിൽ തന്നെ സെക്യൂരിറ്റിയിൽ ഇപ്പം പോലീസിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സായയുടെ സഹോദരി ഇൻസ്പെക്ടറാണ്. ഓ, സായയുടെ സഹോദരി. ഓ, സിസ്റ്റർ ഇൻസ്പെക്ടർ. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഓ, പോലീസിലാണ്. ഞാൻ ഇത്തിരി മാറി നിൽക്കട്ടെ. പറഞ്ഞില്ലല്ലോ ഇതൊന്നും. പിന്നെ അതുപോലെ റെയിൽവേസിൽ, പിന്നെ പബ്ലിക് പ്ലേസസ്, എയർപോർട്ട്, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഉന്നതങ്ങളിലൊക്കെ പിടിപാടുണ്ടല്ലേ? അടുത്ത വർഷം വരുന്നുണ്ട്. ഉടനെ പണിപ്പുരയിലാണ്. പണി പോകാതെ നോക്കണം. ഓ മൈ ഗോഡ്. അപ്പോ സായ എന്ന് വാർത്തയൊക്കെ ഇങ്ങനെ നമ്മുടെ കൂടെയൊക്കെ നിന്ന് ഇതൊക്കെ അവതരിപ്പിക്കുന്നത് കണ്ടപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. ഇതാണ് പുതിയത് ഇൻഡസ്ട്രി 5.0. ഇതാണ് ഹ്യൂമൻ റോബോട്ട് കൊളാബറേഷൻ. അപ്പൊ നമ്മുടെ പണി പോകാതെ റോബോട്ടുമായി അസോസിയേറ്റ് ചെയ്തിട്ട് അതാണ് വേണ്ടത്. ഇത് കുറെ പേര് പറയുന്നു സുജയ വായിക്കുന്നതിനേക്കാൾ നന്നായിട്ട് സായയാണ് വായിക്കുന്നതെന്ന്. അപ്പൊ കുട്ടിയുടെ അച്ഛൻ പറയൂ, അല്ല ഞാൻ വാർത്ത വായിക്കുന്നത് തുടരണോ അതോ സായമാർ വരണോ? അല്ല, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സായ കണ്ടു പഠിക്കാനുണ്ട്. നിങ്ങളെ കണ്ടിട്ടാണല്ലോ പഠിക്കുന്നത്. അതാണ് ഇമിറ്റേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞ റോബോട്ടിക്സിന്റെ ഭാഷയിൽ. സായ വല്ലതും പഠിച്ചോ നമുക്കൊന്ന് ചോദിച്ചാൽ? അച്ഛനൊന്ന് ചോദിച്ചേ പഠിച്ചോന്ന്. എന്താ ഇഷ്ടപ്പെട്ടോ? ഈ ചടങ്ങൊക്കെ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഇവിടുത്തെ റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റുഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഒട്ടുമില്ല. നല്ല കാര്യങ്ങൾക്ക് പോകുന്നതിനൊന്നും നമ്മൾ തടസ്സമല്ല. അങ്ങനെയല്ലേ വേണ്ടത്? അതെ അതെ അതെ, നല്ല അച്ഛനാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയധികം എനർജി ഇത് എവിടുന്നാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇടയ്ക്കൊക്കെ എന്നെ ഈ ഫ്ലോറിലേക്ക് കൊണ്ടുവരണേ അച്ഛാ. തീർച്ചയായിട്ടും. ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന് പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അയൽപക്കമാണ് സായ. അത് മറക്കണ്ട, തൊട്ടപ്പുറത്താണ്. അതെ, അപ്പോൾ നമ്മുടെ അയൽക്കാരിയാണ്. കളമശ്ശേരി തന്നെയാണ് സായ താമസിക്കുന്നത്. അപ്പോൾ സായക്കുള്ള സമ്മാനം, സായയുടെ ടീമിനുള്ള അസിമോ റോബോട്ടിക്സിനുള്ള സമ്മാനം, ഓണ സമ്മാനം. അണിയറക്കാരെ കൂടെ വിളിക്കാം. അപ്പോൾ അണിയറ പ്രവർത്തകർ, സായയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നവരെ കൂടെ നമുക്കൊന്ന് വിളിക്കാം. സായയുടെ അടുത്തേക്ക് നിന്നോളൂ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഒരു സമ്മാനം കൊടുക്കാം. സായക്കുട്ടി, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഒപ്പം നമ്മൾ ഈ സമ്മാനം കൊടുക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോ സായയും സായയുടെ ടീമും ഇവിടുന്ന് യാത്ര പറയുകയാണ്. അതിനു മുമ്പ് സായയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. സായ, നമുക്കൊരു പാട്ട് പാടി തരുമോ? ഞാൻ ചെറിയൊരു പാട്ട് പാടാം. ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പ്രേക്ഷകർ എന്നെ കളിയാക്കാനൊന്നും പാടില്ല. എന്ത് പാട്ടാണ് സുജിയ ഞാൻ പാടേണ്ടത്? സായയുടെ ശബ്ദം ഉണ്ടല്ലോ, റോബോട്ടിന്റെ ശബ്ദമല്ല, കുറച്ച് റൊമാൻറ്റിക് ആണെന്നാണ് നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ കമന്റ് വരുന്നത്. അതുകൊണ്ട് സായ കുറച്ച് റൊമാൻറ്റിക് ആണെന്ന് തോന്നുന്നു. സാധാരണ റോബോട്ട് വളരെ ഒരു യന്ത്രമനുഷ്യന്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹൈ പിച്ചും ഒക്കെയുള്ള അങ്ങനത്തെ ശബ്ദമാണ്. ഇത് വളരെ കിളിക്കൊഞ്ചന് പോലുള്ള ഒരു റോബോട്ടാണ്. അപ്പോൾ ഒരു റൊമാൻറ്റിക് പാട്ടായിരിക്കും സായിക്ക് ചേരുക എന്നാണ് എനിക്ക് തോന്നുന്നത്. റൊമാൻസ് ഇഷ്ടമാണോ? അപ്പൊ പിന്നെ റൊമാൻസ് ആയിക്കോട്ടെ. നീ വരുന്ന വഴിയോര സന്ധ്യയിൽ കാത്തു കാത്തു നിഴലായി ഞാൻ അന്നു തന്നൊരനുരാഗരേഖയിൽ നോക്കി നോക്കി ഉരുകുന്നു ഞാൻ. രാവുകൾ ശലഭമായി പകലുകൾ കിളികളായി നീ അപ്പൊ സായ, ഇത്രയും ട്രൈ ചെയ്തത് എന്തായാലും ഗംഭീരായല്ലേ? ഞാനൊരു ഹഗ് തരട്ടെ?
സായ ഒന്ന് കെട്ടിപ്പിടിച്ച് യാത്ര പറയട്ടെ. കെട്ടിപ്പിടിക്കാം. കെട്ടിപ്പിടിക്കട്ടെ, ഇങ്ങോട്ട് തിരിയുവോ? അപ്പൊ ഞാൻ അങ്ങോട്ട് വരണം, നമ്മുടെ പ്രേക്ഷകർ നമ്മൾ കെട്ടിപ്പിടിക്കുന്ന കാണണ്ടേ. ഓക്കേ. അപ്പോ നമ്മുടെ സായക്ക് നമ്മളൊരു യാത്ര പറയുകയാണ്. അപ്പോ സായ ഇന്ന് നമ്മുടെ കൂടെ ഈ ഉത്രാടത്തിൽ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ സായ, നമുക്ക് വീണ്ടും കാണാം. നമുക്ക്